ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറെവർ ലിവിങ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും കേട്ട് വരുന്നുണ്ടല്ലേ. അതിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു അലോവേര ജെൽ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. എല്ലാവർക്കും ഡൗട്ടാണ്, കാരണം ഇന്ന് മാർക്കറ്റിലൊക്കെ ഒരുപാട് അലോവേര ഡ്രിങ്ക്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് 300-350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഫോറെവറിൻ്റെ അലോവേര ഡ്രിങ്ക്സ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നുള്ള അതിൻ്റെ ഒരുപാട് ഡൗട്ട്സുകൾ എല്ലാവർക്കും വരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളാണ്. 1700-2000 രൂപയാണ് നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തായിരിക്കും എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെരിമെൻറ്റ് കാണാം, അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഞാൻ 4 ഗ്ലാസ്സാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബീറ്റാഡിനുണ്ട്, അതുപോലെ നമ്മുടെ അലോവേര ജെല്ല്, ഫോറെവറിൻ്റെ അലോവേര ജെല്ല്, അതുപോലെ മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു അലോവേര ജെല്ല്. ഓക്കെ, അതിനാദ്യം 4 ഗ്ലാസ്സിലും പകുതി വെള്ളം വീതം എടുക്കുകയാണ്. മറ്റൊരു ബ്രാൻഡിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഇതാണ്, അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. ബീറ്റാഡിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ബീറ്റാഡിൻ എന്തുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ബീറ്റാഡിൻ എല്ലാത്തിലും ഗ്ലാസ്സിലെല്ലാത്തിലും ഒഴിക്കുകയാണ്. ഫസ്റ്റത്തെ ഗ്ലാസ്സിൽ ഞാൻ ആദ്യം വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കാറുണ്ടല്ലേ, അതുകൊണ്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിതിൽ ഫസ്റ്റത്തതിൽ വെള്ളം യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും വരുന്നില്ല അല്ലേ. രണ്ടാമത്തേലെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ള അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം എല്ലാവരും പറയാറുണ്ട്, നമ്മുടെ ചുറ്റും ഉള്ളല്ലോ അലോവേര ജെല്ലെന്നൊക്കെ പറയുന്നത്. അലോവേര, കറ്റാർവാഴ എല്ലായിടത്തും ഉള്ളതാണല്ലോ, അത് യൂസ് ചെയ്താൽ പോരെയെന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട് അല്ലേ. ഇതിലെന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഒരു വ്യത്യാസവും വരുന്നില്ല അല്ലേ. ഇനി ഇതെന്ന് പറയുന്നത്, ഞാൻ ബ്രാൻഡ് ജസ്റ്റ് പറയുന്നില്ല, നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു 1 ലിറ്ററിൻ്റെ അലോവേര ജ്യൂസാണ്. അത് 350 റേറ്റ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അലോവേര ജെല്ലും യൂസ് ചെയ്താൽ പോരെ എന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട്. ഇതും അതിൻ്റെ പൾപ്പ് കറക്റ്റാണ്. അതിൽ പറയുന്നത് അവർ 99.6 എല്ലാം പെർസെൻറ്റേജോളം അലോവേരയാണ്, പ്യുവർ അലോവേര മാത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലേ. ഇനി നമ്മുടെ ഫോറെവറിൻ്റെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മാറ്റം ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള അലോവേര ജെല്ലിൽ നിന്നും നമ്മുടെ ഫോറെവറിൻ്റെ അലോവേര ജെല്ല്, ആ ജ്യൂസ് എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നതെന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ്. വ്യത്യാസം കാണുന്നുണ്ടോ? ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ടല്ലേ. ഫുൾ അലോവേര ഡ്രിങ്ക്സിൻ്റെ അതേ കളറിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, പ്യുവറായിട്ടുണ്ട്. ഒരു ബിറ്റാഡിൻ്റെ ഒരു അംശം പോലും അതിനകത്ത് കാണുന്നില്ല അല്ലേ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ടുള്ളത്. ആ 4 ഗ്ലാസ്സിലും ഓരോന്നാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. വ്യത്യാസം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളതല്ലേ. എന്തുകൊണ്ടാണ് മറ്റുള്ളതിൽ നിന്ന് നമ്മുടെ അലോവേര വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അലോവേര ജെല്ല് ഇതിൽ നിന്ന് വ്യത്യാസമായി കാണുന്നതെന്ന് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് നമ്മുടെ ബീറ്റാഡിൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതെന്നുള്ളത് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പൊതുവേ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്നതാണല്ലോ എല്ലാവരും. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്ന വായു
ആയാലും വെള്ളമായാലും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആണെങ്കിലും ഒരുപാട് സിന്തറ്റിക് ആയിട്ടുള്ള ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ ഒരു ടോക്സിനാണ് അയോഡിൻ എന്ന് പറയുന്നത്. ആ അയോഡിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഈ ഒരു ബീറ്റാഡിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബീറ്റാഡിൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലം പോലെയല്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ എല്ലാവർക്കൊന്നും കുഞ്ഞിലെ മുതലൊന്നും ആർക്കും തന്നെ വന്നില്ല. കാരണം അന്നത്തെ ലൈഫ് സ്റ്റൈലല്ല ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഏത് ഫുഡിൻ്റെ രൂപത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് ടോക്സിൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമ്മളെല്ലാവരും തന്നെ ഇന്നത്തെ കാലത്ത് നേരിടുന്നുണ്ട്. മെയിനായിട്ട് ആർക്കും ഇന്നത്തെ കാലത്ത് ഇമ്മ്യൂണിറ്റി പവറിൻ്റെ എല്ലാത്തിൻ്റെയും വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അസുഖങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും തന്നെ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ആർക്കും തോന്നത്തില്ല അങ്ങനെ പ്രശ്നങ്ങളിൽ നമ്മളെല്ലാവരും ഒന്ന് നേരിടുന്നെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല. നമ്മളെല്ലാവരും ഹെൽത്തി ഒക്കെയാണ് എന്നാണ്. പക്ഷെ കുറച്ച് കാലങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും നമുക്കൊക്കെ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങും അല്ലേ. ഓരോരോ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്ക് അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയും ഇത് ഇപ്പോൾ ഉള്ളതല്ല, പണ്ട് തൊട്ടേ ഉള്ളതിൻ്റെ സിംറ്റംസാണ് നമുക്ക് ഇന്നൊക്കെ വരുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഇതൊക്കെ സപ്ലിമെൻ്ററികളാണ്. ഇതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നത്തെ ലൈഫിൽ. ഓക്കെ, ഇതിൻ്റെ ഫോറവറിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് മറ്റുള്ള അലോവേര ജ്യൂസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ,